മുന്നേറുവാൻ വനിതകളെ പ്രാപ്തരാക്കുന്ന പ്രൊഫഷണൽ ഫിനിഷിംഗ് സ്കൂൾ. An initiative of Kerala State Women's Development Corporation. Reach എത്തു സ്വപ്നങ്ങൾക്കുമപ്പുറം. നമസ്കാരം. നമസ്കാരം. എംപ്ലോയ്മെന്റ് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണ്? തൊഴിൽ ലഭിക്കുക എന്നുള്ളതാണ് രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എപ്പോഴെങ്കിലും ഒരിക്കൽ നമുക്ക് തൊഴിലില്ലാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഈ പേര് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഏതെങ്കിലും ഒരു തൊഴിലിന് വിളിക്കാനുള്ള സാധ്യതയാണോ? അതെ. ഇപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തൊഴിൽ ലഭിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ കേരളത്തിലെ എല്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളും ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ തൊഴിൽ ലഭിക്കുക എന്നുള്ളതല്ല, തൊഴിൽ സാധ്യതകളുടെ നിലവാരം അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം കുറഞ്ഞതോടുകൂടി സ്വയം തൊഴിലിലേക്ക് ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിനകത്തുണ്ട്. മിനിമം ഏത് സർട്ടിഫിക്കറ്റ് മുതൽ നമുക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാം? മുൻകാലങ്ങളിൽ ലിറ്ററേറ്റായ ഒരാൾക്ക് രജിസ്ട്രേഷൻ നടത്താമായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് 7ാം ക്ലാസ് പാസ്സായ ഒരാൾക്ക് മാത്രമേ രജിസ്ട്രേഷൻ നടത്താൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ 7ാം ക്ലാസ് പാസ്സായി നമ്മൾ രജിസ്റ്റർ ചെയ്തു എന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തു. ഭാവിയിൽ അടുത്ത് ഒരു തുടർ പഠനം നടത്തി അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പോൾ വീണ്ടും നമ്മൾ എന്താ ചെയ്യുക? ഈ പഴയ രജിസ്ട്രേഷൻ കാർഡുമായിട്ട് അതാത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ സമീപിച്ചു കഴിഞ്ഞാൽ യോഗ്യതകൾ അതിനകത്ത് കൂട്ടിച്ചേർത്ത് തരും. ഏത് എംപ്ലോയ്മെന്റ് ഓഫീസിലേക്കാണ് നമ്മൾ പോകേണ്ടത്? നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ പരിധിയാണോ അതോ പഠിച്ച സ്ഥലത്തിന്റെ പരിധിയാണോ? എന്താണ് അതിന്റെ മാനം? നമ്മൾ എവിടെയാണോ താമസിക്കുന്നത്, നമ്മുടെ SSLC ബുക്കിൽ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ അകത്തുള്ള അഡ്രസ്സ് ഏത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ പരിധിക്കകത്താണോ വരുന്നത് ആ എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരായി രജിസ്ട്രേഷൻ നടത്താം. ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞു പോയാൽ അത് ഭർത്താവിന്റെ വീടിന്റെ ആ സ്ഥലത്തുള്ള അങ്ങനെ വല്ല മാറ്റം വല്ലതും സംഭവിക്കും? ഇല്ല, ഭർത്താവിന്റെ വീട്ടിലേക്ക് റെസിഡൻഷ്യൽ അഡ്രസ്സ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ സീനിയോറിറ്റി ഒന്നും തന്നെ നഷ്ടപ്പെടാതെ തന്നെ രജിസ്ട്രേഷൻ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് പോവാം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സ്ത്രീകൾ കൂടുതൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ? താരതമ്യേന കുറവാണ്. അത് എന്തുകൊണ്ടായിരിക്കാം? അറിവില്ലായ്മയാണോ അതോ ഞങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത് എന്ന തോട്ടാണോ? എന്തായിരിക്കാം? പൊതുവെ തൊഴിലവസരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു വരുന്ന ഒരവസരത്തിൽ ആളുകൾ സ്വാഭാവികമായിട്ടും ഒരു വിമുഖത കാണിക്കുന്നുണ്ട്. സ്വയം തൊഴിലിനാണെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി എന്തെങ്കിലും ലോൺ സ്ത്രീകൾക്ക് കിട്ടുമോ? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലെ എല്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴിയും സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന യൂണിറ്റുകൾ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അത് വളരെ സർക്കാരിൻ്റെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചും ഗവൺമെൻറ്റിൻ്റെ ധനസഹായത്തോടു കൂടിയാണ് ഈ സ്കീമുകളെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് ശരണ്യ എന്ന് പറഞ്ഞൊരു സ്വയം തൊഴിൽ സ്കീമുണ്ട്. അത് 2010 നടപ്പിലാക്കിയതാണ്. അത് കേരളത്തിലെ എല്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴിയും നന്നായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ പദ്ധതി? ഒന്ന് വിശദീകരിക്കാം. ഈ പദ്ധതി എന്ന് പറയുന്നത് സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളായ സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടും അവരെ സ്വയം പ്രോത്സാഹിപ്പിച്ച് അവരെ ഒരു മുഖ്യധാരാ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാമ്പത്തിക സഹായം നൽകി, അവർക്ക് ട്രെയിനിങ് നൽകി, അവരെ ഓരോ വിവിധ തൊഴിലുകളിലേക്ക് പ്രവേശിപ്പിച്ച് ജീവിതം സമ്പന്നമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സ്കീമാണിത്. ശരണ്യയിലൂടെ ഏത് സ്ത്രീക്ക് വേണമെങ്കിലും ലോൺ ലഭിക്കും? ശരണ്യ എന്ന് പറയുന്നത് സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അതിലകത്ത് പ്രധാനപ്പെട്ട അതിൻ്റെ ബെനിഫിഷ്യറീസ് വിധവകൾ, ഭർത്താവ് മരിച്ച സ്ത്രീകൾ, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ, വിവാഹമോചനം നടത്തിയ സ്ത്രീകൾ, അവിവാഹിതരായ ആളുകൾ, പിന്നെ പട്ടികവർഗത്തിൽപ്പെട്ട അവിവാഹിതരായ അമ്മമാർ, ഇവരെയൊക്കെ ഉന്നം വെച്ചിട്ട് ആണ് ഈ സ്കീം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ അവിവാഹിതർ എന്ന് സാർ ഉദ്ദേശിച്ചത് ഒരു പ്രായം കഴിഞ്ഞിട്ടും അവിവാഹിതർ എന്നുള്ളതാണ്? അതെ, 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരണ്യയിലൂടെ എത്ര രൂപ വരെ നമുക്ക് ലോൺ കിട്ടും? ശരണ്യയിലൂടെ നമുക്ക് 50,000 രൂപ വരെ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ടായിട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ തിരിച്ചടവ് എങ്ങനെയാണ്? ഈ 50,000 രൂപ എന്ന് ഞാൻ പറഞ്ഞത് 50,000 രൂപയിൽ 25,000 രൂപ മാത്രമേ അവർ റീപേയ്മെൻറ്റ് നടത്തുന്നുള്ളൂ. 25,000 രൂപ സബ്സിഡി ആയിട്ട് കൊടുക്കുകയാണ്. ഈ 25,000 രൂപ മാത്രം തിരിച്ചടച്ചാൽ മതി. അത് ലഘു തവണകളായിട്ട് 60 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തിരിച്ചടച്ചാൽ മതി. ഈ 25,000-ന്റെ മേൽ പലിശയൊന്നുമില്ല? ഒരു പലിശയില്ല. ഇത് പലിശരഹിത വായ്പയായിട്ടാണ് ഇവർക്ക് വിതരണം ചെയ്യുന്നത്.
ബെനിഫിഷ്യറീസിനെ എങ്ങനെയാണ് സർ സെലക്ട് ചെയ്യുന്നത്? ബെനിഫിഷ്യറിയെ സെലക്ട് ചെയ്യുന്നത് കാലാകാലങ്ങളിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ആപ്ലിക്കേഷൻ ക്ഷണിക്കും. ഈ ക്ഷണിക്കുന്ന സമയത്ത് ഈ വിധവകളും ഈ പ്രത്യേക കാറ്റഗറിക്ക് വേണ്ടി മാത്രമുള്ളതാണിത്. അവർ നേരിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ, അതായത് എല്ലാ താലൂക്കുകളിലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളുണ്ട്. ഈ താലൂക്കുകളിൽ നേരിട്ട് ചെന്ന് അപേക്ഷ കൊടുക്കാം. ഈ അപേക്ഷ ജില്ലാതലത്തിൽ ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ളൊരു കമ്മിറ്റിയുണ്ട്. അതിനകത്ത് ജില്ലാ വ്യവസായ കേന്ദ്രം, സാമൂഹ്യക്ഷേമ ബോർഡ്, കുടുംബശ്രീ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ബന്ധപ്പെട്ട ഒരു ITയുടെ പ്രിൻസിപ്പൽ, ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ എന്നിവർ ചേർന്നിട്ടുള്ളൊരു കമ്മിറ്റിയാണ് ഇവരെ ഈ നേരിട്ട് ആശയവിനിമയം നടത്തിയിട്ട് അവർ നൽകുന്ന പ്രോജക്റ്റുകളെ അടിസ്ഥാനപ്പെടുത്തി അവർക്ക് നമ്മൾ സാമ്പത്തിക സഹായം അനുവദിക്കുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഒരാൾക്ക് ലോൺ കിട്ടണമെങ്കിൽ അയാൾ നിർബന്ധമായും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നുണ്ടോ? രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ മുമ്പ് രജിസ്റ്റർ ചെയ്താത്ത ഒരാളാണ്, അയാൾക്ക് ഇപ്പൊ ലോണിന് വന്നു കഴിഞ്ഞാൽ പദ്ധതിയുടെ അപേക്ഷ സമർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് രജിസ്റ്റർ ചെയ്താൽ മതിയാവും. അത് അതിനകത്തൊരു സീനിയോറിറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു വിഷയമല്ല. അപ്പൊ ശരണ്യ ഒരു സ്കീമാണ്. ഇനി വേറെ എന്തെങ്കിലും സ്കീമുകളുണ്ടോ? ഈ കേരള സ്റ്റേറ്റ് രജിസ്ട്രേഡ് അൺഎംപ്ലോയ്മെന്റ് സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ട്. കെസ്റു എന്ന് പറയും, ചുരുക്കപ്പേര് കെസ്റു എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ അപേക്ഷിക്കാം. പരമാവധി 1 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുന്നു. ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കും കച്ചവടങ്ങൾക്കും ഒക്കെ കൂടി ചേർന്ന് വായ്പ കൊടുക്കുന്നതാണ്. അതിനകത്ത് 20% സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇത് ബാങ്കുകൾ വഴിയാണ് നടപ്പിലാക്കുന്നത്. ഈ സബ്സിഡി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് വിതരണം ചെയ്യുന്നത്. 20% സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ പിന്നെ നേരത്തെ ശരണ്യക്ക് പറഞ്ഞതുപോലുള്ള കാറ്റഗറൈസേഷൻ ഒന്നുമില്ല. ഇല്ല. ഏത് ജനറൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക്, ഇപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ, IT ടെക്നിക്കലായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ, എന്തെങ്കിലും ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ആളുകൾ, ഇവർക്കൊക്കെ ഇതിനകത്ത് മുൻഗണന കൊടുക്കും. ഇനി മറ്റ് സ്കീമുകളോ? പിന്നെ മൾട്ടിപർപ്പസ് ജോബ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു കേരളത്തിൽ മൊത്തം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കീമാണ്. ഈ സ്കീമിനകത്ത് 8 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുന്നതാണ്. 2 അതിൽ കൂടുതലോ ആളുകൾ ജോയിൻ്റ് ആയിട്ട് നടത്തേണ്ട ഒരു സ്കീമാണ്. അതിനകത്തും 20% സബ്സിഡി നിലവിലുണ്ട്. അതും ബാങ്കുകൾ വഴിയാണ് നടപ്പിലാക്കുന്നത്. ഈ 2-3 പേർ ചേർന്ന് 2-3 പേര് സ്ത്രീകളായിരിക്കണം? അല്ല, ആരോ ആവാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് നടത്താം. പക്ഷെ ഒരു കുടുംബത്തിലുള്ള 3 പേരാകരുതെന്നേ ഉള്ളൂ. ഇവര് തുടങ്ങുന്ന സംരംഭത്തിന് എന്തെങ്കിലും ക്രൈറ്റീരിയ പറയുന്നുണ്ടോ? ഇന്ന മാതിരിയുള്ളതിന് മാത്രമേ നല്ല ബിസിനസ്സുകൾ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സമൂഹത്തിൽ അംഗീകൃതമായിട്ടുള്ള എന്ത് ബിസിനസ്സും ഇതിനകത്ത് ചെയ്യാം. സർവീസോ ബിസിനസ്സോ കച്ചവടം വ്യവസായം അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളിലും നമ്മളിത് ചെയ്യാവുന്നതാണ്. 10 ലക്ഷം ലോൺ കിട്ടുന്നു, 8 ലക്ഷം തിരിച്ചടയ്ക്കുന്നു. 8 ലക്ഷം മാക്സിമം 8 ലക്ഷം രൂപയാണ് ലോൺ കൊടുക്കുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വല്ലതും പറയുന്നു? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്രൊഫഷണലിയൊക്കെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. ഇപ്പൊ പ്രൊഫഷണലി ടെക്നിക്കലി ഓർ പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ. അതിനൊരു പ്രത്യേകിച്ച് ഒരു കോഴ്സ് പഠിച്ചിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല, അങ്ങനെയുള്ളവർക്ക് മുൻഗണന കൊടുക്കും. മറ്റവർക്ക് മുൻഗണന എന്നുള്ളത് മാത്രമേ. അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയായിട്ടുള്ളൊരു കമ്മിറ്റിയുണ്ട്. ഈ കമ്മിറ്റിയാണ് ഇവരുടെ ഈ കൊടുക്കുന്ന പ്രോജക്റ്റുകളുടെ വിജയസാധ്യത വിലയിരുത്തിയിട്ട് ലീഡ് ബാങ്കുമായിട്ട് ചേർന്നിട്ട് അവരെ ഇൻ്റർവ്യൂ നടത്തിയിട്ട് അവരുടെ ഇവർ വയബിൾ ആണോ എന്നൊക്കെ നോക്കിയിട്ട് ടെക്നിക്കലി ഫീസിബിൾ ആണോ എന്ന് നോക്കും, ഫിനാൻഷ്യലി ഫീസിബിൾ ആണോ എന്ന് നോക്കും. ഇതെല്ലാം നോക്കിയിട്ട് അവരെ നമ്മൾ വ്യത്യസ്തമായ ഈ ബാങ്കുകളിലേക്ക് അയച്ചു കൊടുത്ത് അവിടെ നിന്നാണ് അവരെ സെലക്ട് ചെയ്യുന്നത്. 50,000 രൂപ വരെ കിട്ടുന്ന ശരണ്യ, അതുപോലെ 1 ലക്ഷം രൂപ വരെ കിട്ടുന്ന കെസ്റു, അതുപോലെ തന്നെ 10 ലക്ഷം രൂപ വരെ കിട്ടുന്ന മൾട്ടിപർപ്പസ് ജോബ് ക്ലബ്ബുകൾ. ഈ 3-ല് ഏത് സ്കീമിലായാലും നമ്മൾ ഏത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയാണ് സമീപിക്കേണ്ടത്? നമ്മുടെ അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, അതായത് ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ സമീപിക്കാം. ഇപ്പോൾ മൾട്ടിപർപ്പസ് ജോബ് ക്ലബ്, അതിനകത്ത് 3 പേര് വേണം എന്ന് പറഞ്ഞു. അതില് 3 പേരും ഒരേ പ്രദേശത്ത് വരുന്നവർ തന്നെ ആകണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, അങ്ങനെ നിർബന്ധമില്ല. അപ്പൊ അതിൽ ആരുടെ നമ്മുടെ എക്സ്ചേഞ്ചിലേക്കാണ് പോകുന്നത്? ഈ 3-ൽ ഏതെങ്കിലും ഒരാൾ ഉൾപ്പെടെ? ഈ 3 പേരിൽ ഒരാളൊരു ഗ്രൂപ്പ് ലീഡർ ഉണ്ടാവും. ഈ ഗ്രൂപ്പ് ലീഡർ താമസിക്കുന്ന ഏത് എക്സ്ചേഞ്ചിന്റെ പരിധിക്കകത്താണോ അവിടെ പോകണം. ഒരു എഗ്രിമെന്റിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇത്തരമൊരു പദവിയിൽ ഇരിക്കുന്നത് കൊണ്ട് ചോദിച്ചോട്ടെ, സാധാരണയായിട്ട് സ്ത്രീകൾ ലോണിന് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോഴോ കണ്ടിട്ടുള്ള കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്?
പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എല്ലാവരും ഈ എന്തെങ്കിലും സ്വയം തൊഴിൽ ചെയ്ത് ജീവിതം മെച്ചപ്പെടുത്താൻ ആഗ്രഹമുള്ള ആളുകളാണ് ഭൂരിപക്ഷം ആളുകളും. പലർക്കും ഈ വരുന്നത് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റുകളെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ധാരണയില്ലാത്ത പലരും ഉണ്ട്. അപ്പോൾ ഈ ധാരണ നമ്മൾ തന്നെ ഈ ലീഡ് ബാങ്കിൻ്റെ കീഴിലുള്ള ഈ സ്വയം തൊഴിൽ സംരംഭകത്വ വികസന ഒരു ട്രെയിനിങ് സെൻ്ററുണ്ട്. അപ്പോൾ ഇവരെല്ലാം തന്നെ ഒരാഴ്ചക്കകത്തുള്ള ട്രെയിനിങ് കൊടുത്ത് ഇവരുടെയൊക്കെ ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ട് അവരെ നമ്മൾ സ്വയം തൊഴിലിലേക്ക് പ്രോത്സാഹിപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത്. അപേക്ഷിക്കുന്ന സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ട് പിന്നീട് ഉണ്ടാകാറില്ല. ഇതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ എന്തോരം വേണ്ടി വരും? ഡോക്യുമെന്റ്സ് ഈ ശരണ്യയിലെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഒരു മുദ്രപത്രത്തിലൊരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് തരണം. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസറുടെ പേരിൽ ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുള്ളൂ. ഈ പദ്ധതികൾക്ക് ജാമ്യം നൽകേണ്ടി വരും? ഈ ശരണ്യയ്ക്ക് ജാമ്യം ഇല്ല. മറ്റു പദ്ധതികൾക്കോ കെസ്റൂവിന് ജാമ്യം എന്ന് പറയുന്നത് ഈ നാഷണലൈസ്ഡ് ബാങ്കുകൾ നിശ്ചയിക്കുന്ന രീതിയിലാണ് അതിൻ്റെ അവസ്ഥ. ഈ ചില കൊളാട്രൽ സെക്യൂരിറ്റിയുടെ ആവശ്യം ഉണ്ടായിരിക്കും ചില കാര്യങ്ങളിൽ. ജോബ് ക്ലബിനും അത് തന്നെയാണോ? അത് തന്നെയാണ്. വേറെ എന്തെങ്കിലും സ്കീമുകൾ എടുത്ത് പറയേണ്ടതായിട്ട്? അല്ല, പ്രത്യേകിച്ച് ഈ 3 സ്കീമുകളാണ് ഡിപ്പാർട്ട്മെന്റ് വഴി നന്നായി നടത്തിക്കൊണ്ട് പോകുന്നത്. പ്രത്യേകിച്ച് വേറെ സ്കീമുകളൊന്നുമില്ല. അതിൽ പ്രധാനപ്പെട്ടത് ശരണ്യ എന്നുള്ള സ്കീമാണ്. ശരണ്യയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സ്വന്തം സ്കീമാണത്. ഇതിന് അപ്ലൈ ചെയ്യാൻ ഏതെങ്കിലും പ്രത്യേക സമയം അങ്ങനെ വല്ലതും ഉണ്ടോ? അതോ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് അപ്ലൈ? ഏത് സമയത്ത് ഇല്ല. ഇത് ചെയ്യുന്നത് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ വഴി എംപ്ലോയ്മെന്റ് ഡയറക്ടർ അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് നമ്മൾ പത്രത്തിലും വാർത്താ മാധ്യമങ്ങളിൽ കൂടിയൊക്കെയുള്ള പരസ്യം നൽകും. അതനുസരിച്ച് അവർക്ക് അപേക്ഷ കൊടുക്കാം. ഒരു വർഷത്തിൽ സാധാരണ എത്ര പ്രാവശ്യം ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ വരാറുണ്ട്? 2 പ്രാവശ്യം ഉണ്ടാവാറുണ്ട്. അത് ഏതൊക്കെ മാസങ്ങളിലാണ്? കൃത്യമായി പറയാൻ പറ്റില്ല. ഓരോ വർഷവും അത് ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും. ഫണ്ട് ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ചായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല സ്കീമുകൾ, അതും സബ്സിഡിയൊക്കെ ഒരുപാട് ലഭിക്കുന്ന സ്കീമുകൾ, ഇൻട്രസ്റ്റ് തീരെ ഇല്ലാത്ത ചില സ്കീമുകൾ. ഈ ശരണ്യെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് ഇല്ല, ഇൻട്രസ്റ്റ് ഫ്രീ ആണത്. മാത്രമല്ല 50% സബ്സിഡിയാണ്. റീപേയ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ലഘുവായ തവണ വ്യവസ്ഥകൾ മാത്രമേ ഉള്ളൂ. പിന്നെ യോഗ്യത നോക്കുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ സാധാരണ നമ്മൾ ബാങ്കിലൊക്കെ പോകുമ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരെ പ്രശ്നമാകുന്ന ചില ലോണുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് നമുക്കൊരു മാനസികമായ ഒരു നല്ല തയ്യാറെടുപ്പുള്ള വ്യക്തിയും അതുപോലെ ഒരു ആവറേജ് എഴുത്തും വായനയൊക്കെ പരിചയമുള്ള ആളാണെങ്കിലും കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും മിനിമം 10ാം ക്ലാസ് വരെയെങ്കിലും നിർബന്ധ വിദ്യാഭ്യാസം ഉള്ള ഒരു സംസ്ഥാനം ആയതുകൊണ്ട് വിദ്യാഭ്യാസ യോഗ്യത അങ്ങനെ ഒരു തടസ്സമാറില്ല ഇക്കാര്യത്തിൽ. താങ്ക് യു സർ. ജോലിക്കായി ഞാൻ കുറെ നാള് നടന്നു, ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ ഇന്റർവ്യൂവിനെത്തുമ്പോ എന്റെ എല്ലാ ധൈര്യവും പോവും. റീച്ചാണ് എനിക്ക് അവസരങ്ങളുടെ വാതിൽ തുറന്നു തന്നത്. എന്റെ കോൺഫിഡൻസ് ലെവൽ കൂടി, സ്കിൽസ് ഇംപ്രൂവ് ചെയ്തു, എന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ ചേഞ്ച് ആയി. പിന്നെ I became fluent in English too. Now, I've stepped into a new world of opportunities. Reach, career-il മുന്നേറുവാൻ വനിതകളെ പ്രാപ്തരാക്കുന്ന പ്രൊഫഷണൽ ഫിനിഷിംഗ് സ്കൂൾ, an initiative of Kerala State Women's Development Corporation. Reach, എത്തു സ്വപ്നങ്ങൾക്കും അപ്പുറം.